CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന്റെ നിർണായക വിവരങ്ങൾ 24-ന്. തട്ടിപ്പിനായി പ്രതി അനന്തകൃഷ്ണൻ നാഷണൽ NGO പ്രൊജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റിലെ 5 അംഗങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. അതേസമയം അനന്തകൃഷ്ണനെതിരെ കൊല്ലത്തും തൃശൂരും കണ്ണൂരും പരാതികളുമായി കൂടുതൽ പേർ രംഗത്തെത്തിയ ശ്യാംകുമാർ ആവാത്തിൽ ഒരു ചേർന്നു. ശ്യാം, നേരത്തെ ഈ ആനന്ദകുമാർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഈ NGO കോൺഫെഡറേഷൻ ആണോ ഈ പറയുന്ന ട്രസ്റ്റ്? അല്ലേ, അത് വേറെയാണല്ലേ? ഇത് മറ്റൊരു ട്രസ്റ്റാണ്. അതായത് ഇതിൻ്റെ പേര് നാഷണൽ NGO പ്രൊജക്ട് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ കേസിൽ നിലവിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത് എന്നുള്ളത് പോലീസ് പറയുമ്പോഴും കേസിലെ മറ്റുള്ളവരുടെ പങ്കിലേക്ക് പോലീസിന് പോകാനുള്ളൊരു വഴി കൂടിയാണ് ഈ ട്രസ്റ്റിൻ്റെ വിവരങ്ങൾ. ഇതിൽ 5 പേരാണ് ട്രസ്റ്റിലുണ്ടായിരുന്നത്. ആക്ടിംഗ് ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യൻ, ട്രസ്റ്റ് അംഗങ്ങളായിട്ട് അനന്തു കൃഷ്ണൻ, ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ. അങ്ങനെ 5 പേരാണ് ഈ ട്രസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ ട്രസ്റ്റ് വഴി നിരവധി വന്ന പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് കള്ളപ്പണ ഇടപാടിൻ്റെ സാധ്യത കൂടിയുണ്ട്. അതിന് മറയാക്കാൻ വേണ്ടി, അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചതെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. അതിനുശേഷം ഇതിന് കീഴിൽ 2500 NGOകൾ സംസ്ഥാന വ്യാപകമായി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുതുതായി പോലീസിന് ലഭിച്ച ഒരു വിവരമാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരശേഖരണം പോലീസ് നടത്തുകയാണ്. ഈ ട്രസ്റ്റിലെ അംഗങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ടോ, അത് മറ്റേതെങ്കിലും രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കം തിരക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 400 കോടി രൂപയുടെ ഒറ്റ അക്കൗണ്ടിൽ 400 കോടി രൂപ വന്ന വിവരം പോലീസ് കണ്ടെത്തിയത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പുതിയ കണക്കും പുതിയ ട്രസ്റ്റിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നത്. എസ് ശ്യാംകുമാർ, ആർ അരുൺരാജ്, സൂരജ് സജി, സജോ ദേവസി എന്നിവർ കൂടി ചേരുന്നുണ്ട്. ഞാൻ അരുൺരാജിലേക്ക് പോകുന്നു. അരുണ, അവിടെ കൊല്ലത്ത് ചവറയിൽ പോലീസിന് 50 പരാതികൾ, 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ്, അങ്ങനെ കൊല്ലത്തും വളരെ വിശാലമായ, വളരെ വിശദമായ തട്ടിപ്പിന് ഈ വിദ്വാൻ അരങ്ങൊരുക്കിയിരുന്നു എന്നാണ് വ്യക്തമാവുന്നത്, അല്ലേ? അശ്മി, തീർച്ചയായും. എന്തായാലും പുറത്തുവരുന്ന വിവരങ്ങൾ ചെറുകണിക മാത്രമാണെന്നാണ് പോലീസിൽ നിന്ന് അവസാനമായി ലഭിക്കുന്ന വിവരം. കരുനാഗപ്പള്ളി ഓച്ചിറ സ്റ്റേഷനിൽ കൂടി പരാതികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് സംസ്ഥാന ഇന്റലിജൻസിന്റെ നിർദ്ദേശാനുസരണം ചവറയിലും കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയത്. ഈ പ്രദേശങ്ങളിലടക്കം ഈ അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയെന്ന പ്രാഥമിക വിവരം ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും പരാതിക്കാർ ഉടൻ സ്റ്റേഷനിൽ സമീപിക്കുമെന്ന സൂചനയാണ് പോലീസിന് നിലവിലുള്ളത്. എന്തായാലും ചവറയിലെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. 50 പരാതികളാണ് അനന്തകൃഷ്ണനെതിരെ ചവറ പോലീസ് സ്റ്റേഷൻ മുമ്പാകെ ലഭിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപ ഇത്തരത്തിൽ കുടുംബശ്രീ മുഖേനയും പ്രമോട്ടർമാർ മുഖേനയും ആളുകളെ സ്വാധീനിച്ച് അനന്തകൃഷ്ണൻ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അനന്തകൃഷ്ണന്റെ ഈ തട്ടിപ്പ് അത് വിശാല അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതായിരുന്നു. സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ 25% വിലക്കുറവിൽ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പെല്ലാം നടത്തിയത്. ഒടുവിൽ ഈ സാധനങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ ചവറ പോലീസ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും. വരുന്ന മണിക്കൂറിൽ കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും സമാന രീതിയിൽ തട്ടിപ്പിനിരയായവരുടെ പരാതികൾ കൂടി ലഭിക്കുമെന്ന സൂചന കൂടി പോലീസ് ഇപ്പോൾ നൽകുന്നുണ്ട്.